ഹായ് ഗൈസ്, കുറേ പേര് റെക്കമെൻഡേഷൻ ചോദിച്ചിട്ടുണ്ടായി. ഇപ്പോൾ റെക്കമെൻഡേഷനിൽ ഇപ്പം ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയി കണ്ട ഒരു സീരീസിൻ്റെ പേര് പറയാം. ടീച്ച് യു ലെസൺ ഓൺ നെറ്റ്ഫ്ലിക്സ്. ഇതിൻ്റെ സ്റ്റോറി പറഞ്ഞാൽ നമ്മുടെ വിജയ് അഭിനയിച്ച മാസ്റ്റർ പടല്ലേ, അതിൻ്റെ സെയിം ഒരു കണ്ടന്റ് തന്നെയാണ് എടുത്തേക്കണേ. അപ്പോൾ അത് കോപ്പി അടിച്ചു എന്നല്ല പറയണേ, പക്ഷെ അതിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഇത് വരുന്നത്. മാസ്റ്ററിലുള്ള പോലെ തന്നെ ഈ കുട്ടികളെ രക്ഷിക്കാൻ വരുന്ന ഒരു ടീച്ചർ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൽ ഈ കോളേജുകൾ, ഇത് കൊറിയയിലത്തെ കോളേജുകൾ, സ്കൂളുകൾ, പിന്നെ ഈ കിൻഡർ ഗാർഡൻ പോലെ ചെറിയ സ്കൂളുകൾ, അപ്പോൾ അവിടെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കണ ഓരോ കുട്ടികളെ സഹായിക്കാനായിട്ടും രക്ഷിക്കാനായിട്ടും വരുന്ന ഒരു നടൻ. അതാണ് നമ്മുടെ ഹീറോ. ഒരു 10 എപ്പിസോഡുണ്ട്. 10 എപ്പിസോഡിൽ ഒരു എപ്പിസോഡ് ഒരു കഥ, മറ്റേ എപ്പിസോഡ് വേറെ കഥ, പക്ഷേ എല്ലാത്തിനായിട്ട് കണക്ഷൻ ഉണ്ട്. ഓരോ ബുദ്ധിമുട്ടുകളിൽ വന്ന് രക്ഷിക്കാൻ വരുന്ന ആൾ. ഇപ്പോൾ ഓരോ കുട്ടികൾക്ക് ഓരോ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ബുള്ളിങ് ആയിരിക്കും, ചിലപ്പോൾ വീട്ടിൽ ദൃശ്യമായിരിക്കും, ചിലപ്പോൾ ഡ്രഗ്, അങ്ങനെ അല്ലെങ്കിൽ മറ്റേ ഗാംബ്ലിങ്, അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വരുന്ന ഹീറോ. ഇതിൻ്റെ ബേസ് വരണമെന്ന് വെച്ചാൽ ഈ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല, ടീച്ചർമാർക്കാണെങ്കിലും ഈ പിള്ളേർ, ഈ ബുള്ളീസ് പോലത്തെ പിള്ളേരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ടൈം വരും. ടീച്ചർമാർക്ക് ഈ പിള്ളേരെ പേടിക്കേണ്ട ഒരു കാലം വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് വരാതിരിക്കാനും അത് കുറയ്ക്കാനും വേണ്ടി വരുന്ന ഒരു ടീമാണ് ഇവർ. ഭയങ്കര ഒരു എൻഗേജിങ് ആയിട്ട് നമുക്കിത് പോവും, നല്ല രസത്തിൽ പോവും. നമുക്ക് കാണുമ്പോൾ എന്തായാലും ഒരിക്കലും ഒരു ബോറടിക്കില്ല. ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള എപ്പിസോഡുകളല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും. അങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ വേണം നമുക്ക് തോന്നണ ഒരു എപ്പിസോഡുകളെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാവും. ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും ഹെവി സാധനമാണ്. പിന്നെയും ബാക്കിയുള്ളതും കുഴപ്പമില്ല, പക്ഷേ ഫസ്റ്റ് സെക്കൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റായി. എല്ലാവരും കാണാത്തവരൊക്കെ ടീച്ച് യു ലെസൺ നെറ്റ്ഫ്ലിക്സിലാണ്. താങ്ക് യു.